പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 8-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വേഗത്തിൽ വെളിപ്പെടുന്ന സൗഖ്യവും വിടുതലും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിലേക്ക്. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. 7-ാമത്തെ വാക്യം, അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവന്റെ കാലും മരിയാണിയും ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് വേഗത്തിൽ വെളിപ്പെടുന്ന വിടുതലുകളും സൗഖ്യത്തെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ ഭൂമിയിൽ ഒരു വൈദ്യനും ഈ ഭൂമിയിലെ ഒരു അധികാര മണ്ഡലങ്ങൾക്കും വേഗത്തിൽ അല്ലെങ്കിൽ ക്ഷണത്തിൽ നമുക്ക് വിടുതലുകൾ തരാൻ കഴിയത്തില്ല. എത്ര ദൂരം ചെന്നാലും എത്ര വലിയ ഡോക്ടർമാരെ കണ്ടാലും അവർ നിശ്ചയിക്കപ്പെട്ട ഒരു സമയം നമ്മോട് പറയും. ഇത്ര ദിവസം ഈ മരുന്ന് കഴിക്കണം, ഇത്ര സമയം ഈ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഈ ടെസ്റ്റുകൾ എടുക്കണം. ഈ നിലകളിലെല്ലാം ഈ വിധമായ രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ കഴിയാത്ത അനുഭവത്തിനകത്ത് തളർന്നുപോയവർ, മുമ്പോട്ടിനി ഒരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ, എല്ലാ മേഖലയിൽ നിൽക്കുന്നവരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പ്രഭാതത്തിൽ പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ അവർക്ക് വേഗത്തിൽ തന്നെ ചില വിടുതലുകൾ സംഭവിക്കും, വേഗത്തിൽ തന്നെ ചില സൗഖ്യങ്ങൾ വെളിപ്പെട്ടു വരും. കാരണം കത്തിവെക്കാതെ, രക്തം കാണാതെ നമ്മുടെ കർത്താവ് വേഗത്തിൽ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മൾ വായിച്ച വേദഭാഗത്തോട് തുടർന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഇതാ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ വാതിൽക്കൽ എന്നും ഭിക്ഷ യാചിക്കുവാനായി, ദിനം പ്രതി എന്നാണ് എഴുതിയിരിക്കുന്നത്, ദിനം പ്രതി ഭിക്ഷ യാചിക്കുവാനായിട്ട് ഒരു മനുഷ്യന് അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ കഴിയും അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ അവിടെ ദിനം പ്രതി കൊണ്ടിരുത്തുമായിരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ഭിക്ഷ യാചിച്ചാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. ഇതാ പത്രോസും യോഹന്നാനും കടന്നു പോകുമ്പോൾ അവരിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. എന്നാൽ പത്രോസ് അവനെ ഉറ്റുനോക്കിയിട്ട് വിളിച്ചു പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ക്ഷണത്തിൽ അവൻ നിവർന്ന് കുതിച്ചെഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്നവരെ, ഒരു വൈദ്യനും തരാൻ പറ്റാത്ത സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ക്ഷണത്തിൽ ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. ക്ഷണത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ മേളിൽ ചില സൗഖ്യങ്ങൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വീണ്ടും നിങ്ങളുടെ പദം വിളിച്ചു പറയുന്നു, ഈ ഭൂമിയിൽ യേശുവിൻ്റെ നാമത്തിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. അവൻ കാറ്റുകളോട് സംസാരിച്ചു, അവൻ തിരമാലകളോട് സംസാരിച്ചു, അവൻ അഗ്നിയോട് സംസാരിച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അടുത്തൊരു വേദഭാഗത്തിലേക്ക് നമ്മൾ ഓടി വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. 11-ാമത്തെ വാക്യം, അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ ഒരു കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. 12-ാമത്തെ വാക്യം, യേശു അവളെ കണ്ടിട്ട് അടുക്കൽ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. 13-ാമത്തെ വാക്യം, അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നെ കേൾക്കുന്നവർ
ഒരുമിച്ച് ഈ വചനങ്ങളെ സ്വീകരിക്കുക. 18 വർഷമായി ഒട്ടും നിവരാത്തവൾ. അവൾ ആലയത്തിൽ പോകുന്നവളാണ്. പക്ഷേ യേശു ഒരു ദിവസം പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആലയത്തിൽ കടന്നു വരുവാൻ അവൾക്ക് കൃപ ലഭിച്ചു. യേശു അവളെ കണ്ടിട്ട് പറയുകയാണ്, 18 വർഷം രോഗാത്മാവ് ബന്ധിച്ചിരിക്കുകയാണ്, നിവരാൻ കഴിയത്തില്ല. ഏതെല്ലാം വൈദ്യന്മാർ നോക്കിയിട്ടും അല്ലെങ്കിൽ ആരെല്ലാം ഉയർന്നവർ നോക്കിയിട്ട് ഇവളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നില്ല. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്ന യേശുവിൻ്റെ കരം അവളുടെ മേളിൽ വെച്ചപ്പോൾ അവൾ നിവർന്നു. ക്ഷണത്തിൽ അവൾ നിവരുകയാണ്. എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വർഷങ്ങളായി ഒരു വിടുതലില്ലാത്ത, വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യമില്ല എന്ന് പറയുന്നവർ യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്തിൽ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം അനുഭവിക്കാൻ പോകുകയാണ്. പലവരും നിങ്ങളെ നോക്കി 3 വെള്ളിയാഴ്ച ഉപവസിക്കണമെന്നോ, ചില പ്രവാചകന്മാർ, ഞാൻ ആരെയും താഴ്ത്തുകയല്ല, ചിലവർ പറഞ്ഞിട്ടുണ്ടാകും ഇത്ര മാസം നിങ്ങൾ ഉപവസിക്കണമെന്ന്. പക്ഷേ ക്ഷണത്തിൽ വിടുതൽ കൊണ്ടുവരുന്ന ഒരു നാമം ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള അധികാരത്തെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ ചിലത് ഉളവായി വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾക്ക് ക്ഷണത്തിൽ ചില വിടുതലുകൾ. ഹല്ലേലൂയ. ഇതാ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ ചില വഴികൾ തുറക്കാൻ പോകുന്നു. സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈവച്ചുകൊണ്ട് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ആ രോഗശക്തിയോട് കീഴടങ്ങുവാൻ കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുക. ആ വാതിലുകൾ തുറക്കുവാൻ നിങ്ങൾ കൽപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു പദം കൂടെ നമുക്ക് വേഗത്തിൽ വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങളിലേക്ക്. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. 29-ാമത്തെ വാക്യം. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, 12 വർഷം പഴക്കമുള്ള രക്തസ്രാവം അവൾ ക്ഷണത്തിൽ മാറുകയാണ്. നിങ്ങൾ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇന്ന് ക്ഷണത്തിൽ ചില വിടുതലുകൾ സംഭവിക്കാൻ, പെട്ടെന്ന് ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ അധികാരം, യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം. നമുക്ക് വിശ്വാസത്തിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്ന് വരാം. ആ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറക്കും. പ്രിയരെ, ഞാൻ ഇങ്ങനെ ആത്മാവിൽ ഒരു കാഴ്ച കാണുന്നത് നിങ്ങളോട് പറയാം. പ്രസന്റ് സിറ്റുവേഷനുകൾ ഒരു വഴിയും തുറക്കാത്ത അനുഭവത്തിലായിരിക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവമായിരിക്കും. നിങ്ങൾ ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, അപ്പനും അമ്മയും തള്ളി സഹോദരന്മാർ ഒറ്റപ്പെടുത്തി അതാ അപ്പൻ്റെ ആടുകളുമായി ഞാൻ കാട്ടിലാണ്. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഈ കൊടുങ്കാട്ടിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത അനുഭവമാണ്. എന്നാൽ അവൻ സാന്നിധ്യത്തിനകത്ത് നിൽക്കുമ്പോൾ, പ്രസന്റ് കണ്ടീഷനുകൾ മാറാത്ത അനുഭവത്തിൽ, ആ സാഹചര്യത്തിനകത്ത് വിടുതലില്ലാത്തവർ ഇന്ന് എന്നെ കേൾക്കുക. ദിവ്യ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ നിങ്ങളുടെ ആരാധനകൾ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പൗലോസും ശീലാസും ആരാധിക്കുന്നത് പോലെ അവർ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടി അടിയേറ്റ് തകർന്നിരിക്കുമ്പോൾ അവർ ആ രാത്രിയിൽ അർദ്ധരാത്രി ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. പെട്ടെന്നാണ് ആ കാരാഗ്രഹ വാതിലുകൾ തുറക്കുന്നതും ആ കാരാഗ്രഹം അടിത്തറ മുഴുവൻ ഇളകിപ്പോവുകയും ചെയ്യുന്നത്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ക്ഷണത്തിൽ ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരികയാണ്. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, ഞാൻ ആ സാന്നിധ്യത്തിൻ്റെ നടുവിൽ കാട്ടിലൊതുങ്ങുമെന്നല്ല ഞാൻ കണ്ടത്, എന്നെ അഭിഷേകത്താൽ കൊട്ടാരത്തിലെത്തിക്കും, ഇസ്രായേലിൻ്റെ രാജാവാക്കുമെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. പ്രസൻസ് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ഇന്നത്തെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ ചില വിടുതലുകളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. സൗഖ്യത്തെ വെളിപ്പെടുത്താൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം വേഗത്തിൽ ചില നന്മകളെ കാണുന്നതാകട്ടെ, വേഗത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടുന്നതാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ തുറക്കട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.